If you are a first time visitor to this channel, thanks for tuning in and you can subscribe this channel right now. And if you are already subscribed, then thanks once again for coming back to this channel. By the way, I am Abhin. I help students to make wiser study abroad decision based on industry ആൻഡ് റിസർച്ച് ഫാക്ട്സ്. സ്പെയിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്ന രണ്ട് പേരുകളാണ് റയൽ മാഡ്രിഡ് ആൻഡ് ബാർസലോണ, ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ഫുട്ബോൾ ക്ലബ്സ്. എന്നാൽ അതുമാത്രമാണോ സ്പെയിൻ? അല്ല, വേൾഡിലത്തെ ഏറ്റവും കൾച്ചറൽ എന്നാൽ എൻ്റർടൈൻമെൻറ്റ് ത്രില്ലും ഒക്കെയുള്ളൊരു ഫെസ്റ്റിവലാണ് ടൊമാറ്റീനോ ഫെസ്റ്റിവൽ. ആയിരക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടി തക്കാളി എറിഞ്ഞ് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ. ഇനി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും സ്പെയിൻ ഒട്ടും പുറകിലല്ല. വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ, വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അതൊക്കെയാണ് സ്പെയിൻ. എന്നാൽ സ്പെയിനിൽ ഒരു ഹയർ എഡ്യൂക്കേഷന് പോകുന്നതിന് മുമ്പ് സ്പെയിനെ പറ്റി A to Z കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ സ്പെയിനിൽ ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, പാർട്ട് ടൈം ജോബ്സ്, സ്റ്റേ ബാക്സ്, സ്കോളർഷിപ്സ് തുടങ്ങി A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് സെഗ്മെൻറ്റ്, വൈ സ്പെയിൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അതിനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ തന്നെ ഹയസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എന്നാൽ അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. നമുക്കറിയാം, പൊതുവേ ക്വാളിറ്റി കൂടുമ്പോഴത്തേക്ക് കോസ്റ്റും കൂടാറുണ്ട്. എന്നാൽ സ്പെയിനിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അപ് ടു ഒരു 2500 യൂറോയാണ് ആനുവലി ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ 1 year പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. എറൗണ്ട് ഒരു 10,000 യൂറോ റേഞ്ചിലും അത് പോസിബിൾ ആണ്. എന്നാൽ പല യൂണിവേഴ്സിറ്റിയും റിസർച്ച് ബേസ്ഡും ഇൻഡസ്ട്രി കൊളാബറേഷനുള്ള പ്രോഗ്രാംസും നടത്തുന്ന വഴി നമുക്കൊരു കരിയർ ഓറിയൻറ്റഡ് അപ്രോച്ചും സ്പെയിനിൽ കാണാൻ വേണ്ടി പറ്റും. സ്പെയിനിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണ QS വേൾഡ് റാങ്കിങ് 170, ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് മാഡ്രിഡ് QS റാങ്കിങ് 200, യൂണിവേഴ്സിറ്റി ഓഫ് നവാര QS റാങ്കിങ് 250. റീസൺ നമ്പർ 2, 2 year സ്റ്റേ ബാക്ക് ആൻഡ് സ്പൗസ് വിസ. ഫ്രാൻസിന് ശേഷം യൂറോപ്പിൽ 2 year സ്റ്റേ ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നെക്സ്റ്റ് കൺട്രിയാണ് സ്പെയിൻ. എന്നാൽ ഫ്രാൻസിൽ സ്പൗസ് വിസ അലൗഡ് അല്ല. മറ്റ് പല കൺട്രീസിലും സ്പൗസ് ആൻഡ് ഡിപ്പെൻഡൻസിനെ അലൗ ചെയ്യുന്നില്ല. ഉള്ളിടത്ത് തന്നെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെയിൻ സ്പൗസ് ഈസ് അലൗഡ്. സ്പൗസ് മാത്രമല്ല, ബാക്കി എല്ലാ കൺട്രീസിലും നമ്മുടെ സ്പൗസ് മാത്രമായിരിക്കും, അല്ലെ സ്പൗസ് ആൻഡ് ചിൽഡ്രൻ മാത്രമായിരിക്കും അലൗഡ്. സ്പെയിനിൽ നമ്മുടെ പേരൻസിനെയും അവർ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ റീസൺ നമ്പർ 3, കരിയർ ഓപ്പർച്യൂണിറ്റീസ്. യൂറോപ്പിലെ തന്നെ 4th ലാർജസ്റ്റ് എക്കണോമിയാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ നിരവധി ഓപ്പർച്യൂണിറ്റീസാണ് സ്പെയിനിലുള്ളത്. മോസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. IT ആൻഡ് AI, റിന്യൂവബിൾ എനർജി ആൻഡ് എഞ്ചിനീയറിംഗ്, ബിസിനസ് ആൻഡ് ഫിനാൻസ്, ദെൻ ഓഫ് കോഴ്സ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കൺട്രിയാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഈസ് ടോപ്പ് നോച്ച് ഇൻ സ്പെയിൻ. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു പക്ഷേ ഇതിലും വലിയ അഫോർഡബിൾ ഒരു ഡെസ്റ്റിനേഷൻ കിട്ടിയെന്ന് വരില്ല. റീസൺ നമ്പർ 4, വൈബ്രൻറ്റ് സ്റ്റുഡൻറ്റ് ലൈഫ് ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പോഷർ. ഏകദേശം 2 ലക്ഷത്തിന് മേളിലാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സ്പെയിനിൽ പഠിക്കുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസ് ആസ് ഓഫ് നോ ഏകദേശം ഒരു 4500 പേരെ പഠിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് സ്പെയിനിലേക്ക് നല്ലപോലെ സ്റ്റുഡൻസ് ഒഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയുള്ള ഒരു ലൈഫ്, ഹസിൽ ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട്, എന്നാൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്നതും ഒത്തിരി ആഘോഷങ്ങളുള്ള ഒരു കൾച്ചറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദെൻ സ്പെയിൻ ഈസ് എ വെരി ഗുഡ് ഡെസ്റ്റിനേഷൻ ഫോർ ദോസ് സ്റ്റുഡൻസ്. മറ്റ് യൂറോപ്യൻ കൺട്രീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലൈമറ്റ് ബേസിസിൽ സ്പെയിൻ പൊതുവേ ഒരു വാം ക്ലൈമറ്റാണ്. എന്നാൽ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യത്തിൽ യൂറോപ്പിൽ 6th ആണ് സ്പെയിൻ റാങ്ക് ചെയ്യുന്നത്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് സ്പെയിൻ. നൗ മൂവിങ് ടു ദ സെഗ്മെൻറ്റ് നമ്പർ 2, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ സ്പെയിൻ. സ്പെയിൻ ഫോളോ ചെയ്യുന്ന ബൊളോഗ്ന പ്രോസസ്സാണ്. അതായത് സ്പെയിനിലെടുത്ത ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അക്രോസ് ദ യൂറോപ്പ് വാലിഡ് ആണ്. സോ ദാറ്റ് മീൻസ് ഇൻഫാക്ട് ഇറ്റ് ഈസ് വാലിഡ് അക്രോസ് ദ ഗ്ലോബ്. സ്പെയിനിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ജനറലി 3 to 4 year ഡ്യൂറേഷനാണ് വരുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി 1 to 2 year ഡ്യൂറേഷനാണ്. എടുത്തു പറയട്ടെ, മജോറിറ്റി മാസ്റ്റേഴ്സും 1 year ഡ്യൂറേഷനാണ് വരുന്നത്. ചില
റെയർ മാസ്റ്റേഴ്സ് മാത്രമാണ് 2 ഇയർ ഡ്യൂറേഷനിലേക്ക് പോകുന്നത്. PhDs വരുന്നത് 3 to 5 ഇയർ ഡ്യൂറേഷനാണ്. സ്പെയിനിൽ മേജർലി 2 ലാംഗ്വേജസിലാണ് ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിലും മറ്റൊന്ന് സ്പാനിഷ് ലാംഗ്വേജിലും. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഒത്തിരിയധികം പ്രോഗ്രാംസ് സ്പാനിഷിലുണ്ട്, എന്നാൽ പ്രൈവറ്റിൽ കൂടുതലും ഇംഗ്ലീഷിലാണ്. എന്ന് വെച്ച് പബ്ലിക്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രോഗ്രാംസ് ഇല്ല എന്നുള്ളതല്ല. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഇംഗ്ലീഷിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ബട്ട് നല്ല അക്കാഡമിക് സ്കോർസ് ഉള്ളവരെ ആ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ട്യൂഷൻ ഫീസ് വളരെ കുറവാണ്. ലോകമെമ്പാടും എന്നുള്ള നല്ലപോലെ സ്റ്റുഡൻസ് അതിന് അപ്ലൈ ചെയ്യുന്നതാണ്. സ്പെയിനിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ലേണിങ്ങിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റേൺഷിപ്സ് അവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സോ ഇൻറ്റേൺഷിപ്സ് അങ്ങനെ ഒരു മേജർ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റീസും നല്ല കമ്പനീസായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ടായിരിക്കും. സോ ഈ ഇൻറ്റേൺഷിപ്സ് വഴി നല്ലൊരു ജോലിയിൽ നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള സാഹചര്യവും അതുവഴി ഉണ്ടാവുന്നതാണ്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ്, അഡ്മിഷൻ പ്രോസസ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. സ്പെയിനിൽ ബാച്ചിലേഴ്സ് ലെവലിലാണെങ്കിലും മാസ്റ്റേഴ്സ് ലെവലിലാണെങ്കിലും 55 to 60% ആണ് ബേസിക് അഡ്മിഷൻ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് പ്രീവിയസ് എഡ്യൂക്കേഷനിൽ. ബാച്ചിലേഴ്സ് ലെവലിൽ ചില യൂണിവേഴ്സിറ്റീസിൽ സ്പാനിഷ് സെലക്റ്റീവ് എൻട്രൻസ് എക്സാമും ആവശ്യപ്പെടാറുണ്ട്, നോട്ട് ഓൾ ദി യൂണിവേഴ്സിറ്റീസ്. ഇനി മാസ്റ്റേഴ്സ് ലെവലിൽ മജോറിറ്റി യൂണിവേഴ്സിറ്റീസിലും അങ്ങനെ എക്സ്ട്രാ റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല. എന്നാൽ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ചിലയിടത്ത് GRE GMAT അവർ ആവശ്യപ്പെട്ടേക്കാം. ഇനി IELTS ഓർ TOEFL അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്കോർസ് നോക്കുകയാണെങ്കിൽ മജോറിറ്റി യൂണിവേഴ്സിറ്റീസും MOE വെച്ച് അക്സെപ്റ്റഡ് ആണ്. സോ ദാറ്റ് ഈസ് എ ബിഗ് പ്ലസ്. ഇനി ചില യൂണിവേഴ്സിറ്റീസ് IELTS വിത്ത് ഈക്വലൻ്റ് ടു 6 സ്കോറും അവർ റിക്വയർമെൻറ്റ്സിൽ ആവശ്യപ്പെടാറുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിൽ ആപ്ലിക്കേഷൻ ഫീസേ ഉണ്ടായിരിക്കില്ല. എന്നാൽ ചില യൂണിവേഴ്സിറ്റീസിൽ 50 to 100 euros ആപ്ലിക്കേഷൻ ഫീ ആയിട്ടും വരുന്നതാണ്. വിസയ്ക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷൻ ലെറ്റർ, പ്രൂഫ് ഓഫ് ഫണ്ട്സ് അറൗണ്ട് 10,000 euros ആണ് വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ദെൻ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ. നൗ സെഗ്മെൻറ്റ് നമ്പർ 5, സ്കോളർഷിപ്സ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അനവധി സ്കോളർഷിപ്സ് സ്പെയിനിലെ സ്റ്റുഡൻസിനുണ്ട്. അതിൽ ടോപ്പ് 3 ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കംസ് എറാസ്മസ് പ്ലസ് സ്കോളർഷിപ്സ്. ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ ലിവിങ് കോസ്റ്റും അപ് ടു ഒരു 100% വരെ കവർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്കോളർഷിപ്പാണിത്. നെക്സ്റ്റ് ഈസ് സ്പെയിൻ ഗവൺമെൻറ് സ്കോളർഷിപ്പ്. 100% വരെ ഉള്ള ട്യൂഷൻ ഫീസ് കവർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്കോളർഷിപ്പാണിത്. നെക്സ്റ്റ് ഈസ് സന്റാൻഡർ സ്കോളർഷിപ്സ്. ഇത് റിസർച്ചും ബിസിനസ് പ്രോഗ്രാംസിനുമാണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സ്കോളർഷിപ്സിന് നമ്മൾ കഴിയുന്നത്ര നേരത്തെ അപ്ലൈ ചെയ്തെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. മിക്കവാറും ഇത് യൂണിവേഴ്സിറ്റിയുടെ കൂടെ ഇൻബിൽട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സ്കോളർഷിപ്പ് അല്ല. സോ അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് കൊടുക്കണം. എലിജിബിൾ സ്റ്റുഡൻസിനായിരിക്കും അതത് യൂണിവേഴ്സിറ്റി ബേസിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബേസിലോ കിട്ടുന്നത്. നൗ സെഗ്മെൻറ്റ് നമ്പർ 6, പാർട്ട് ടൈം ജോബ്സ് ആൻഡ് സ്റ്റേ ബാക്ക്. സ്പെയിനിൽ 30 hours പെർ വീക്കാണ് പാർട്ട് ടൈം ജോബ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ലീഗലി അലൗഡ് ആയിട്ടുള്ളത്. 7 to 12 euros ആണ് ആവറേജ് ഏണിംഗ് പൊട്ടൻഷ്യൽ പെർ അവർ. നമുക്കറിയാം പല കൺട്രീസിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ജോബ് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് പാർട്ട് ടൈം ജോബ്സ് എന്ന് കംപ്ലയിൻറ്റ്സ് കേൾക്കാറുണ്ട്. എന്നാൽ സ്പെയിൻ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ 2ാമത് ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനാണ്. സോ ദാറ്റ് മീൻസ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ മറ്റ് കഫേസ്, ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റ്സിൽ എമ്പാടും നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് പാർട്ട് ടൈം സെഗ്മെൻറ്റിൽ സ്പെയിനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 30 hours പെർ വീക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ന്യായമായിട്ട് ഏണിംഗ് പൊട്ടൻഷ്യലും ഉണ്ട്. സ്പെയിനിൽ ഒരു ഹയർ എഡ്യൂക്കേഷന് ശേഷം സ്റ്റേ ബാക്ക് പീരീഡ് വരുന്നത് 1 year ഡ്യൂറേഷനാണ്. സോ ഈ ഒരു പീരീഡിനുള്ളിൽ നമ്മളൊരു നല്ല ജോലിയിലേക്ക് കയറിയാൽ ദെൻ ഇൻ അനദർ 5 years നമുക്ക് PR മൂവ് ചെയ്യാം. അവിടുന്ന് ടോട്ടലി നമ്മൾ ആ ഒരു സ്പെയിനിൽ ഒരു 10 year കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് സ്പാനിഷ് സിറ്റിസൺഷിപ്പിലേക്കും മൂവ് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്പെയിൻ ഒരു ജസ്റ്റ് സ്പൗസ് ഫ്രണ്ട്ലി എന്നല്ല, ഡിപ്പെൻഡൻറ്റ് ഫ്രണ്ട്ലി കൺട്രിയാണ്. സോ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻസിനോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് നല്ലൊരു ലൊക്കേഷനാണ് സ്പെയിൻ. ഇനി നമുക്ക് ലിവിങ് കോസ്റ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജർമ്മനി, ഫ്രാൻസുമായിട്ട് ഏകദേശം 20 to 30% വരെ കുറവാണ് സ്പെയിനിലുള്ളത്. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്. സോ ഫൈനലി നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ളതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
സ്പെയിനിൽ ഈവൻ പബ്ലിക്കിലോ പ്രൈവറ്റിലോ പഠിച്ചാൽ പോലും 10,000 ടു ഒരു 25,000 യൂറോയാണ് നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. എന്നാൽ സ്പെയിനിലെ ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് ഇപ്പോൾ IT അതുപോലെ തന്നെ ടെക് എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റ്സിലാണെങ്കിൽ 35,000 ടു ഒരു 50,000 യൂറോസ് ആണ് ആനുവൽ സാലറി വരുന്നത്. ഇനിയിപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് സെക്ടറിലാണെങ്കിൽ 40,000 ടു 60,000 യൂറോസ് ആണ് ആനുവൽ സാലറി വരുന്നത്. സോ ദാറ്റ് മീൻസ് ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് പൊട്ടൻഷ്യൽ ഉള്ളൊരു കൺട്രിയാണ് സ്പെയിൻ. സ്പെയിൻ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനും അതുപോലെ ഫേവറബിൾ ആയിട്ടൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട് തോന്നുന്നുവെങ്കിൽ ദെൻ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ for more study abroad insights like this.